ഇവർ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 24 അന്വേഷണം തുടരുന്നു. പാതയിൽ പാളിച്ചയും. കേരളം കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാതയിൽ പലയിടത്തും വീണ്ടും വിള്ളലുകൾ. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന മലപ്പുറം കൂരിയാടിന് സമീപത്ത് ഇന്ന് വിള്ളലുകൾ വീണ്ടും കണ്ടെത്തി. മമ്മാലിപ്പടിയിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. അശാസ്ത്രീയ നിർമ്മാണമാണ് എന്നാരോപിച്ച് കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നുള്ള അപകടത്തിന് ഞെട്ടൽ മാറും മുൻപാണ് ദേശീയപാതയിൽ കൂടുതലിടങ്ങളിൽ വിള്ളൽ കണ്ടെത്തിയത്. തലപ്പാറയ്ക്ക് പിന്നാലെ മമ്മാലിപ്പടിയിൽ പാലത്തിലാണ് ഇന്ന് വിള്ളൽ കണ്ടെത്തിയത്. അധികൃതർ പരിശോധന നടത്തിയാലേ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാകൂ. ദേശീയപാത അശാസ്ത്രീയ നിർമ്മാണമെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നിർമ്മാണ കമ്പനിയായ KNRCയുടെ കോഹിനൂരിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ദേശീയപാതയുടെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചവർ അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചുവെന്ന് തേഞ്ഞിപ്പലം SHO ജീവൻ ജോർജ്. പോലീസുകാരന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, മറ്റു പോലീസുകാർക്ക് കുത്തും ചവിട്ടും കൊണ്ട് പരിക്കുണ്ട്. അതിനൊക്കെ ഹോസ്പിറ്റലിൽ പോകും, ചികിത്സ എടുക്കും. മറ്റു നടപടികൾ തുടർ നടപടികൾ മേലുദ്യോഗസ്ഥരായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. SHOയുടെ നെയിം ബോർഡ് നിങ്ങൾക്കല്ലേ ഈ സമരവേദിയിൽ നിന്ന് കിട്ടിയത്? ഈ നിലത്ത് കിടന്ന് നിങ്ങൾക്കല്ലേ കിട്ടിയത് ചവിട്ടി അരച്ചത്? അത് അവർ വലിച്ചു പറിച്ചാണ്. അതിനും ഞാൻ കേസെടുക്കുന്നുണ്ട്. അബിൻ വർക്കി ഉൾപ്പെടെ 12 പേരെ തേഞ്ഞിപ്പല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓരോ ദിവസം കൂടുന്തോറും വിള്ളൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ജനമനസ്സുകളിലാണ് ഈ വിള്ളൽ ഉണ്ടാകുന്നത്. അതിന് അടിയന്തര പരിഹാരം ഉണ്ടായേ തീരൂ. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ദേശീയപാതയിലെ വിള്ളലിൽ കരാറുകാർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി ET മുഹമ്മദ് ബഷീർ MP 24നോട് പറഞ്ഞു. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പ്രൊജക്ട് ഡയറക്ടറോട് വിശദീകരണം തേടിയെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. വളരെ ഗൗരവമായിട്ടാണ് മിനിസ്റ്റർ ഇതിനെ കണ്ടത്. മിനിസ്റ്റർ പറഞ്ഞു എക്സ്പെർട്ട് കമ്മിറ്റിയെ പറ്റി പറഞ്ഞു. എക്സ്പെർട്ട് കമ്മിറ്റി ഞങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണ്. IIT വിദഗ്ധന്മാരടക്കം ഉൾക്കൊള്ളുന്ന എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. ഈ കരാറുകാരന് എടുത്ത കരാറിന് തന്നെ ഡിബാർ ചെയ്യുന്ന അടക്കം ബാങ്ക് ഗ്യാരണ്ടി അടക്കം അതിൽ പിന്നെ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലടക്കമുള്ള നടപടികൾ സ്വീകരിക്കും എന്നിത്യാദി കാര്യങ്ങൾ വളരെ അതിൻ്റെ ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇന്ത്യ ഗവൺമെൻറ് കാര്യത്തെ ഗൗരവമായിട്ട് കാണുന്നു. ഞാൻ കൊടുത്ത നിവേദനത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കാസർഗോഡും ദേശീയപാതയിൽ വിള്ളൽ. NH 66 കാസർഗോഡിനും കാഞ്ഞങ്ങാടിനും ഇടയിലാണ് 2 ഇടങ്ങളിൽ വിള്ളൽ കണ്ടെത്തിയത്. കുന്നിടിച്ച് റോഡ് നിർമ്മിച്ച സ്ഥലങ്ങളിൽ മണ്ണിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കാഞ്ഞങ്ങാടിനും കാസർഗോഡിനുമിടയിൽ മാവുങ്കലിലാണ് ഇന്നലെ ഉച്ചയോടെ വിള്ളൽ രൂപപ്പെട്ടത്. 20 കിലോമീറ്ററോളം നീളത്തിൽ കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക് പോകുന്ന പാതയുടെ നടുവിലായാണ് വിള്ളൽ. ആദ്യ വിള്ളൽ രൂപപ്പെട്ടതിന് 800 മീറ്റർ അകലെ നിലവിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തും മറ്റൊരു വിള്ളലുണ്ടായി. സർവീസ് റോഡുകൾക്കൊപ്പം കൃത്യമായി ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതാണ് വിള്ളലിന് കാരണം. മിനിഞ്ഞാന്ന് രാത്രി തുടങ്ങിയ അതിശക്തമായ മഴയിൽ കല്യാൺ റോഡ് തൊട്ടപ്പുറത്തെ പ്രദേശങ്ങളിലും വെള്ളം കയറി റോഡിന് വിള്ളൽ വീണിരിക്കുകയാണ്. തികച്ചും അശാസ്ത്രീയമായ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണ മേഗാ കമ്പനിക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ പരിഹാരവും നടന്നിട്ടില്ല. പലയിടത്തും സർവീസ് റോഡുകളില്ലാത്തതും ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതും ചൂണ്ടിക്കാട്ടി ജനങ്ങൾ നേരത്തെ പരാതി നൽകിയിരുന്നു. ജില്ലയിൽ ചട്ടഞ്ചാൽ, ചെറുവത്തൂർ, പിലിക്കോട് ഭാഗങ്ങളിൽ ദേശീയപാതയിലേക്ക് കുന്നിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. വിള്ളൽ രൂപപ്പെട്ട മാവുങ്കലിൽ ജില്ലാ കളക്ടറും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും സന്ദർശിച്ചു. ഈ പ്രദേശത്ത് ഭാഗികമായി ഗതാഗത നിയന്ത്രണമുണ്ട്. അതിനിടെ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് നീലേശ്വരത്ത് ദേശീയപാതയിൽ ലോറി കുഴിയിൽ താഴ്ന്നു. 24 കാസർഗോഡ്. തൃശൂർ ചാവക്കാട് മണത്തലയിലും ദേശീയപാതയുടെ ഭാഗമായ മേൽപ്പാലത്തിൽ വിള്ളൽ. 50 മീറ്ററോളം നീളത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ ചാവക്കാട് റോഡ് ഉപരോധിച്ചു.
വേറെ പല സ്ഥലത്തും ഇങ്ങനെ NH ക്രാക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിലും ഒരു വലിയ ക്രാക്ക് കണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടത് അവർക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത്. നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ. ഇതോടെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ ദേശീയപാത അധികൃതരെത്തി പാറപ്പൊടിയിട്ട് വിള്ളലടയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. UDF പ്രവർത്തകർ ചാവക്കാട് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നിരുത്തരവാദിത്തമായ രീതിയിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ സമയമായിട്ടും ഇവിടുത്തെ MLAയോ കേന്ദ്രമന്ത്രിയായ MP യോ ഈ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അവിടേതായ ഒരു പ്രതികരണവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു. അതിനിടെ ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നാളെ കൊരട്ടിയിൽ ഉപവസിക്കും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തൃശൂർ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയുള്ള കനത്ത മഴയിൽ ദുരിതത്തിലായി കണ്ണൂർ തളിപ്പറമ്പിന് സമീപത്തെ കുപ്പം നിവാസികൾ. മഴയിൽ കല്ലും മണ്ണും ഉൾപ്പെടെ വീടുകളിലേക്ക് ഒഴുകുകയാണ്. ഇതിനെതിരെ രാവിലെ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. അരുൺ പൂപ്പറമ്പ് തളിപ്പറമ്പ് കുപ്പത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, അവിടെ പ്രതിഷേധം തുടരുകയാണോ? എന്താണ് ഒരു പരിഹാരം? ദേശീയപാത അതോറിറ്റിയുടെയോ കരാർ കമ്പനിയുടെയോ പ്രതിനിധികൾ ആരെങ്കിലും എത്തി നാട്ടുകാരോട് സംസാരിക്കുന്നുണ്ടോ? വിജയകുമാർ, ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇവരുടെ പ്രശ്നത്തിൽ എന്തു പരിഹാരം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പ് നൽകണമെന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കും എന്നതാണ്. 2 തവണയായി അവർ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. 2 മണിക്ക് കളക്ടർ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഈ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇനിയിപ്പോൾ 2 മണിക്ക് ജില്ലാ കളക്ടർ എത്തി ഈ പ്രശ്നത്തിലൊരു പരിഹാരം അല്ലെങ്കിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയില്ലെങ്കിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് വീണ്ടും കടക്കും എന്നതാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. ഇവരുടെ വിഷയം ഞാനിപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെയാണ് ഈ കുപ്പത്തെ ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വ്യാപകമായി മണ്ണെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുന്നിടിച്ചുകൊണ്ടാണ് മണ്ണെടുത്തിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് താഴെ CH നഗർ എന്ന് പറയുന്ന പ്രദേശം, അവിടെയാണ് നിരവധി കുടുംബങ്ങളുള്ളത്. ഇവിടെ നിന്ന് ഈ കുന്നിടിച്ചതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മണ്ണും ചെളിയും കല്ലുമെല്ലാം ഈ മഴ പെയ്തതിനെ തുടർന്ന് ഇന്നലെ നമുക്കറിയാം ഇന്നലെയാണ് കണ്ണൂർ ജില്ലയിൽ ഒരു ശക്തമായ മഴ ആദ്യമായി പെയ്തത്. ആ മഴയിൽ തന്നെ വ്യാപകമായി ചെളിയും വെള്ളവും മണ്ണും താഴെ ഈ വീടുകളിലേക്ക് പോയി പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ വീടുകളിൽ അതിൻ്റെ അടുക്കളയിൽ അതോടൊപ്പം തന്നെ വീടിൻ്റെ ഉൾവശങ്ങളിലെല്ലാം ഈ ചെളിവെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം, അവർക്ക് വാസയോഗ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നലെ അവിടെ നേരിട്ടെത്തി ആ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ മനസ്സിലായതാണ്. അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണം. ഇത് 1 വർഷം മുമ്പ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഈ പരാതി ഉന്നയിച്ചതാണ്. ഇങ്ങനെ കുന്നിടിച്ചാൽ മണ്ണെടുത്താൽ അത് മഴക്കാലമാകുമ്പോൾ താഴോട്ട് പതിക്കും, അത് താഴോട്ട് വരും എന്ന കാര്യം, അവിടെ താഴെ ജനവാസ മേഖലയാണെന്നുള്ള കാര്യം ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അത് ആ ഘട്ടത്തിൽ അവർ പരിഗണിച്ചില്ല. ആ പരാതി ഒന്നും പരിഗണിച്ചില്ല. ദേശീയപാത അതോറിറ്റി പരിഗണിച്ചില്ല, നിർമ്മാണ കമ്പനി പരിഗണിച്ചില്ല, സർക്കാർ പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുന്നു. മറ്റൊരു പോംവഴിയില്ല എന്നതാണ് പറയുന്നത്. നമുക്ക് ഈ വശം കൂടി കാണേണ്ടതുണ്ട് വിജയകുമാർ. ഈ വശം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ആ വശത്തും റോഡിൻ്റെ മറുവശത്തും വ്യാപകമായി കുന്നിടിച്ചുകൊണ്ടാണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത്. അവിടെയും നമ്മൾ ഇന്ന് രാവിലെ വന്ന ഘട്ടത്തിൽ മഴ പെയ്യുന്ന ഘട്ടത്തിലെല്ലാം മണ്ണിടിയുന്നുണ്ട്. ഈ കുന്നെടുത്ത ഭാഗത്തെ മണ്ണും ഡംപ് ചെയ്തത് റോഡിന് മറുവശത്ത് ആണ്. അതുകൊണ്ട് ഈ മണ്ണ് പൂർണ്ണമായും
താഴേക്കാണ് പോകുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടായില്ല. അത് തടയുന്നതിന് വേണ്ടി ഈ നിർമ്മാണ കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ എന്തെങ്കിലും ഒരു ജാഗ്രത സ്വീകരിച്ചില്ല. ഇത് 100ഓളം വരുന്ന കുടുംബങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ദുരിതത്തിലാക്കി, അവരുടെ പ്രതിസന്ധിയിലാക്കി എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് ദേശീയപാത ഉപരോധിക്കുക എന്ന് പറയുമ്പോൾ നിരവധി വാഹനങ്ങൾ നമ്മൾ രാവിലെ കണ്ടതാണ്. 30 മിനിറ്റോളം ദേശീയപാത ഉപരോധിച്ചു. രണ്ടാമത്തെ തവണയും 30 മിനിറ്റോളം ഉപരോധിച്ചു. കിലോമീറ്ററോളം വാഹനങ്ങൾ കാത്തിരിക്കുന്ന സാഹചര്യം. ഇതിന് തൊട്ടടുത്താണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പയ്യന്നൂർ, കാസർഗോഡ് ഭാഗത്തേക്കുള്ള പ്രധാനപ്പെട്ട പാത. എന്ന നിലയിലൊക്കെ വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ പറയുന്ന അവരുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്, അവർ ദേശീയപാത നിർമ്മാണത്തിനെതിരല്ല, വികസന പ്രവർത്തനങ്ങൾക്കൊന്നുമെതിരല്ല. അവർ പറഞ്ഞിരുന്നത് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരിതം അത് മുൻകൂട്ടി തന്നെ അറിയിച്ചു, അതിന് വേണ്ട പരിഗണന നൽകിയില്ല, പരാതി പരിഹരിച്ചില്ല. അതുകൊണ്ടാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുന്നത് അറിയിച്ചത്. 2 മണിക്ക് ജില്ലാ കളക്ടർ എത്തും. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരും എന്നതാണ് നാട്ടുകാർ പറയുന്നത്. കുപ്പത്ത് നിന്നാണ് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകിയത്. കളക്ടർ അവിടെ 2 മണിക്ക് എത്തുന്നുണ്ട്. കളക്ടർ എത്തി ഈ നാട്ടുകാരുടെ, പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കും. എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാൻ കളക്ടർക്ക് കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ചാവക്കാട് ദേശീയപാതയിലെ വിള്ളൽ, അതിൽ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി എന്നൊരു വിവരം തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയോടാണ് റിപ്പോർട്ട് തേടിയത്. വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോടും തഹസിൽദാരോടും കളക്ടർ ആവശ്യപ്പെട്ടു എന്ന വിവരം കൂടിയും സൂരജ് സജി നൽകുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. കൊല്ലം ദേശീയപാതയുടെ ഭാഗമായ ചവറ പാലത്തിന്റെ കോൺക്രീറ്റ് ഭിത്തി അടർന്നു വീണു. പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിനായി മണ്ണെടുത്തു മാറ്റിയതാണ് അപകട കാരണം. മഴ പെയ്തതോടെ കോൺക്രീറ്റിലുണ്ടായ വിള്ളൽ വലുതായി. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് സംഭവം. സമീപത്തെ മണ്ണ് ഒലിച്ചുപോയി പാലത്തിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുകയായിരുന്നു. കോൺക്രീറ്റിലുണ്ടായിരുന്ന വിള്ളൽ മഴ പെയ്തതോടെ വലുതായി. പഴയ പാലത്തിന്റെ വശങ്ങളിലെ മണ്ണ് ഇടിഞ്ഞു താന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് മുമ്പ് പഴയ പാലത്തിന്റെ ഇരുഭാഗങ്ങളും മണ്ണ് എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ പാലം ദേശീയപാത നിർമ്മാണ കമ്പനി ബലപ്പെടുത്തിയില്ല. ഇതാണ് ഇപ്പോഴത്തെ അപകടത്തിന് ഇടയാക്കിയത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണിത്. പുതിയ പാലത്തിന്റെ തൂണുകൾ പോലും പൂർത്തിയാകും മുമ്പാണ് പഴയ പാലം അപകടാവസ്ഥയിലായത്. ദേശീയപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണ് അടർന്നു മാറിയ ഭാഗത്ത് വലിയ കോൺക്രീറ്റ് ബീമാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത്. 24 കൊല്ലം. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നത. തന്നെ വെട്ടി PA മുഹമ്മദ് റിയാസ് ക്രെഡിറ്റ് എടുത്തതിൽ മുഖ്യമന്ത്രിയെ തദ്ദേശ മന്ത്രി MP രാജേഷ് അതൃപ്തി അറിയിച്ചു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ വിട്ടുനിന്നത് എന്നാണ് സൂചന. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് പരിപാടിയിൽ നിന്ന് മാറിയത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. തിരുവനന്തപുരം നഗരത്തിൽ അത്യാധുനിക ക്രമീകരണങ്ങളോടെയുള്ള 12 സ്മാർട്ട് റോഡുകൾ. ആകെ നിർമ്മാണ ചെലവ് 200 കോടി രൂപ. കേന്ദ്രവും സംസ്ഥാനവും കൂടി 80 കോടി രൂപ വീതം നൽകി. സംസ്ഥാനത്തിന്റെ 80 കോടി രൂപ നൽകിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അക്കൗണ്ടിൽ നിന്ന്, ബാക്കി തിരുവനന്തപുരം കോർപ്പറേഷന് നൽകി. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കേരള റോഡ് ഫണ്ട് ബോർഡിനായിരുന്നു സ്മാർട്ട് റോഡിന്റെ നിർമ്മാണ മേൽനോട്ടം. പക്ഷെ പരസ്യങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയില്ല. നിറഞ്ഞു നിന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം. 16 നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ആരോഗ്യ പ്രശ്നങ്ങളെന്നായിരുന്നു ഔദ്യോഗികമായി അറിയിച്ചത്. പക്ഷെ പുറത്തുവരുന്ന വിവരങ്ങൾ അങ്ങനെയല്ല. ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള മുഹമ്മദ് റിയാസിന്റെ ഇടപെടലുള്ള വിയോജിപ്പ് തദ്ദേശ മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ചു. ഇതോടെ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ് സൂചന. എന്നാൽ വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാലാണ് പങ്കെടുക്കാത്തതെന്നും സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ശോഭ കെടുത്താനുള്ള ശ്രമമാണ് വാർത്തകൾക്ക് പിന്നിലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതി ബിന്ദു നേരിട്ട മാനസിക പീഡനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടി സസ്പെൻഷൻ. SI SJ പ്രസാദിന് പുറമെ ഗ്രേഡ് SI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്തത്. തന്നെ അപമാനിച്ചതിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും നടപടി വേണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടു. തന്നോട് ഏറ്റവും മോശമായി പെരുമാറിയത് ASI പ്രസന്നനാണെന്നായിരുന്നു ബിന്ദുവിന്റെ പരാതി. വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ കയറി കുടിക്കാൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥനെന്നായിരുന്നു ബിന്ദുവിന്റെ പ്രതികരണം. ബിന്ദു ആരോപണം ആവർത്തിക്കുന്നതിനിടെയാണ് ASI പ്രസന്നനെതിരെയുള്ള സസ്പെൻഷൻ നടപടി. പ്രസന്നൻ അമിതാധികാര പ്രയോഗം നടത്തിയെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചുവെന്നുമാണ് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. തന്നെ മാനസികമായി പീഡിപ്പിച്ച മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും നടപടി വേണമെന്ന് ബിന്ദു.
ഒരാൾ കൂടിയുണ്ട്. മൊത്തം 3 പേരാണ്. എന്നാലും 2 പേരെല്ലാം അറിഞ്ഞു. ഇനി ഒരു പോലീസാണ് കൂടെയുണ്ട്. ഈ ഒരു 3 പേരാണ് എന്നെ വല്ലാതെ തന്നെ വേദനിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ പ്രസന്ന എന്ന് പറഞ്ഞ പോലീസുകാരനാണ്. ഇനി ഒരാളെ കൂടെ എത്രയും പെട്ടെന്നത് ചെയ്ത് എന്നാലേ എനിക്ക് തൃപ്തിയാകുള്ളൂ. ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തനിക്കെതിരെ പരാതി നൽകിയ വീട്ടുടമസ്ഥ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട പരാതി നൽകുമെന്നും ബിന്ദു ആവർത്തിച്ചു. ബിന്ദു കടുത്ത മാനസിക പീഡനം നേരിട്ട പേരൂർക്കട സ്റ്റേഷനിലെ SI SJ പ്രസാദ് ബാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. വ്യാജമോഷണ പരാതി തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനും തീരുമാനമായി. ADGP H വെങ്കിടേഷിന്റേതാണ് ഉത്തരവ്. 24 തിരുവനന്തപുരം. രാജ്യാന്തര തലത്തിൽ പാക് ഭീകരത തുറന്നുകാട്ടുന്നതിനും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനും പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമാകും. UAE, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ നാളെയും മറ്റന്നാളുമായി പ്രതിനിധി സംഘം സന്ദർശിക്കും. BJPയോടുള്ള വിയോജിപ്പ് നിലനിർത്തി യാത്രയുടെ ഭാഗമാകുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP 24നോട് പറഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരത തുറന്നു കാട്ടുക, ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കുക എന്നിവയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, സഞ്ജയ് കുമാർ ഷാ, കനിമൊഴി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളുടേതാണ് ആദ്യഘട്ട പര്യടനം. UAE, റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘം സന്ദർശിക്കും. BJPയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിയാണ് സംഘത്തിന്റെ ഭാഗമായതെന്ന് പ്രതിനിധി സംഘത്തിൽ അംഗമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. ഞങ്ങളുടെ വിയോജിപ്പുകൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പഹൽഗാമിൽ തുടങ്ങിയിട്ടുള്ള അഭിപ്രായമുണ്ട്. അതായത് അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഫെയിലിയേഴ്സ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യൽ, നമ്മുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യൽ, പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യൽ, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു സർവകക്ഷി യോഗം, ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വിശാലമായൊരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗവാക്കാകും. വിദേശ നയതന്ത്ര മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളാണ് ഡോക്ടർ ശശി തരൂരെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസിനുള്ളിലെ തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മറുപടി. വിവിധ രാജ്യങ്ങളിലെത്തുന്ന പ്രതിനിധി സംഘങ്ങൾ അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഓരോ ദിവസത്തെയും സാഹചര്യം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കും. വിനീത PG, 24, ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജ് എന്ന നമ്പാല കേശവറാവു ഉൾപ്പെടെ 26 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു സുരക്ഷാ സേന. നാരായൺപൂരിലെ അബുജ്മത് വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ദിലീപ്, CPI മാവോയിസ്റ്റ് സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. അതിൻ്റെ പരമോന്നത നേതാവെന്ന് പറയാം, ജനറൽ സെക്രട്ടറി തന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാണ്ട് 2-3 മാസങ്ങളായി കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. തുടർച്ചയായി നിരവധി മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്യുന്നുണ്ട്. തന്ത്രപ്രധാന മേഖലകളിൽ മാവോയിസ്റ്റുകളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്നല്ലേ ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിജയകുമാർ, മാവോയിസ്റ്റുകൾക്ക് കനത്ത പ്രഹരമാണ്. അവരുടെ ജനറൽ സെക്രട്ടറി നമ്പാല കേശവറാവുവിനെയാണ് ഇന്ന് സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ, അതായത് നമ്പാല കേശവറാവുവിൻ്റെ മരണം ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. നമ്പാല കേശവറാവു ഉൾപ്പെടെ മാവോയിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആന്ധ്രയിലെ ശ്രീകാകുളം സ്വദേശിയാണ് ബിടെക് ബിരുദധാരിയായ നമ്പാല കേശവറാവു. 2018 ഗണപതി എന്നറിയപ്പെടുന്ന മുപ്പാല ലക്ഷ്മണറാവു രാജിവെച്ചതിനെ തുടർന്നാണ് നമ്പാല കേശവറാവു, ഇയാൾ ബസവരാജ് എന്നും ഗംഗണ്ണ എന്ന പേരിലുമൊക്കെയാണ് മാവോയിസ്റ്റുകളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. നമ്പാല കേശവറാവു മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറിയായി വരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ, ദണ്ഡകാരണ്യം സ്പെഷ്യൽ സോണിൻ്റെ ചുമതലയുള്ള മധു, അവരുടെ പബ്ലിക്കേഷൻസ് വിഭാഗത്തിലെ നവീൻ തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. 27 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയതായി വിവരം ലഭിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേരിൽ നേരത്തെ തന്നെ കേന്ദ്ര CRPFും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് പോലീസും വലിയ തെരച്ചിലും അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടലുമൊക്കെ നടത്തിയിരുന്നു മാവോയിസ്റ്റുകളുമായി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 31 മാവോയിസ്റ്റുകളെ, യൂണിഫോമിലുള്ള മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന കൊലപ്പെടുത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്പാല കേശവറാവുവിനെ
കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 4 ജില്ലകളിൽ നിന്നുള്ള സുരക്ഷാ സേന ഈ തെരച്ചിലിൽ പങ്കെടുത്തു എന്ന് ലഭിക്കുന്ന വിവരമുണ്ട്. ദന്തേവാഡ, നാരായൺപൂർ, ബിജാപൂർ, കൊണ്ടേഗാവ് എന്നീ സ്ഥലങ്ങളിലെ സുരക്ഷാ സൈനികരാണ് ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ നടത്തിയത്. ഏതാണ്ടൊരു വലിയ പ്രദേശമാണ് ഈ അബുസ്മാദ് എന്ന് പറയുന്ന സ്ഥലം. ഗോവയേക്കാൾ വലിയ വിസ്തൃതിയുള്ള പ്രദേശമാണ് അത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ മുതൽ ബിജാപൂർ, ദന്തേവാഡ, കൊണ്ടേഗാവ് തുടങ്ങി മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി വരെയുള്ള ആ പ്രദേശം അത്രയും വലിയ പ്രദേശമാണ്. ഏതായാലും മാവോയിസ്റ്റുകൾക്ക് വലിയ പ്രഹരമേറ്റിരിക്കുകയാണ് അവരുടെ ജനറൽ സെക്രട്ടറിയെ തന്നെ സുരക്ഷാ സൈന്യം കൊലപ്പെടുത്തിയതിലൂടെ. വിജയകുമാർ. ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഔദ്യോഗികമായി ഈ ജനറൽ സെക്രട്ടറി കൊല്ലപ്പെട്ടു എന്നതിൽ ഒരു സേനയുടെ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ബസവരാജ് മരിച്ചു എന്ന മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്പാല കേശവറാവു അതാണ് ജനറൽ സെക്രട്ടറി. ബസവരാജ് എന്നാണ് അറിയപ്പെടുന്നത്. 26 മാവോയിസ്റ്റുകളാണ് ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഔദ്യോഗികമായ വിശദീകരണം ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബി ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്കൂൾ ബസ്സിന് നേരെ ചാവേർ ആക്രമണം. 4 കുട്ടികൾ കൊല്ലപ്പെട്ടു. 30-ലേറെ കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സമീപകാലത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നടന്ന അതിക്രൂര ആക്രമണം. ഗുസ്താർ ജില്ലയിൽ രാവിലെ ആർമി പബ്ലിക് സ്കൂളിലേക്ക് പോവുകയായിരുന്നു ബസ്. നിറയെ കുട്ടികൾ. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ അക്രമി ബസ്സിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഉഗ്രസ്ഫോടനത്തിൽ ബസ് പൂർണ്ണമായി കത്തിയമർന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പാക് സർക്കാർ ആരോപിച്ചു. വന്യമൃഗങ്ങളുടെ മനസ്സുള്ള ക്രൂരന്മാരാണ് പിന്നിലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വിയുടെ പ്രതികരണം. ദിവസങ്ങൾക്ക് മുമ്പ് അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന് ജബ്ബാർ മാർക്കറ്റിലും കാർ ബോംബ് സ്ഫോടനം നടന്നിരുന്നു. 24 മുംബൈ. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ കോഴക്കേസിൽ മുംബൈയിലെ കമ്പനി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ വിജിലൻസ്. കൈക്കൂലിയായി വാങ്ങിയ പണം മുംബൈയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിയോ എന്നതിലാണ് അന്വേഷണം. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുഖ്യപ്രതിയായ കേസിലാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് വിജിലൻസ് അന്വേഷണം നീളുന്നത്. മുംബൈ ആസ്ഥാനമായ ബുർഹ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ എന്ന സ്ഥാപനത്തിലേക്ക് കൈക്കൂലി പണം എത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൈക്കൂലിപ്പണം ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനാണ് പരാതിക്കാരോട് ഇടനിലക്കാർ ആവശ്യപ്പെട്ടത്. മുൻപും ഇത്തരത്തിൽ കൈക്കൂലിയായി വാങ്ങിയ പണം ഇതേ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ എത്തിയോ എന്ന വിവരവും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. അറസ്റ്റിലായ പ്രതികളുടെ ഫോണുകൾ സൈബർ പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ അതിശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 4 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്താണ് ഏറ്റവും ഒടുവിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ്? പ്രതീക്ഷിച്ചതിലും 3-4 ദിവസം നേരത്തെ കാലവർഷം എത്തുകയാണല്ലേ? വിജയകുമാർ, മെയ് 27-നാണ് കാലവർഷം എത്തുമെന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യ പ്രവചനം ഉണ്ടായിരുന്നത്. എന്നാൽ അതിലും നേരത്തെ തന്നെ ഈ ചക്രവാത ചുഴിയുടെ അടക്കം സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ അതിലും നേരത്തെ കേരളത്തിലേക്ക് കാലവർഷം എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ കാലവർഷ മഴ പെയ്തു തുടങ്ങുമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കൂടി അറിയുന്നു. അത് രാവിലെ തന്നെ അലർട്ട് ഉണ്ടായിരുന്നത് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ്. അത് തന്നെ ഇപ്പോഴും തുടരുന്നു. അതായത് പുതുക്കിയ മഴ മുന്നറിയിപ്പിലും ഈ അലർട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഉണ്ട് എന്നുള്ളതാണ്. ഈ അറബിക്കടലിൽ ചക്രവാത ചുഴിയുടെ സ്വാധീനം തന്നെയാണ് വടക്കൻ കേരളത്തിൽ, വടക്കൻ ജില്ലകളിൽ മഴ ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യം എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ഈ മെയ് 27-ന് മുന്നേ തന്നെ കേരളത്തിലേക്ക് കാലവർഷം എത്തും. ഇപ്പോൾ ഇന്നും നാളെയും, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയും നാളെയും മഴ ഒന്ന് ശക്തി കുറഞ്ഞ് അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും കാലവർഷമായി ശക്തിയായി മഴ കേരളത്തിൽ പെയ്തു തുടങ്ങുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതിന് മുന്നോടിയായി ജാഗ്രത പുലർത്തണമെന്നും അറിയിപ്പുണ്ട്. വിജയകുമാർ. മെയ് 25-ഓടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴ തുടരും. 2 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.
ബത്തേരി നഗരത്തിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കും. നഗരസഭയിലെ ജനപ്രതിനിധികളുടെയും CPIM UDF പ്രവർത്തകരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് ഈ തീരുമാനം. കോട്ടക്കുന്ന് പ്രദേശത്താണ് പുലി സാന്നിധ്യം. ഇന്ന് രാവിലെ മുതലാണ് ബത്തേരി നഗരസഭയിലെ കൗൺസിലർമാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. കോട്ടക്കുന്നും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുന്ന പുലിയെ പിടികൂടണമെന്നായിരുന്നു ആവശ്യം. കൂടുവയ്ക്കാനുള്ള ഉത്തരവിറങ്ങും വരെ പ്രതിഷേധം തുടരുമെന്നായിരുന്നു നഗരസഭാ ചെയർമാൻ TK രമേശ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്. ഈ കൂടുവെക്കാനുള്ള ഉത്തരവ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഈ നമ്മുടെ കൗൺസിലേഴ്സ് മുഴുവൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന തീരുമാനത്തിലാണ്. അത് മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മെയിൽ ചെയ്തതിന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അതിൻ്റെ ഉത്തരവ് ലഭിക്കും, അത് ഇവിടെ കൊണ്ടുതരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കിട്ടാത്ത പക്ഷം ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കിട്ടുന്ന പക്ഷം ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ CPM പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറി. UDF പ്രവർത്തകരും പ്രതിഷേധമായി എത്തി. കൂട് വെച്ചിട്ടില്ലെങ്കിൽ ഈ ആഫീസ് ഞങ്ങൾ ഇന്ന് അടക്കാൻ സമ്മതിക്കില്ല. ഈ ആഫീസ് അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതിഷേധം കനത്തതോടെ കൂട് സ്ഥാപിക്കാൻ തീരുമാനമായി. ഇന്നലെ രാത്രിയും പോൾ മാത്യൂസിന്റെ വീടിന് പിറകിലുള്ള കോഴിക്കോട്ടിൽ പുലി എത്തിയിരുന്നു. 24 വയനാട്. പാലക്കാട് കഞ്ചിക്കോട് കാട്ടാന ആക്രമണത്തിൽ കർഷകന് പരിക്ക്. എറണാകുളം പെരുമ്പാവൂരിലും പത്തനംതിട്ട കല്ലേലിയിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു. പാലക്കാട് ജില്ലയിൽ വീണ്ടും കാട്ടാനയാക്രമണം തുടർക്കഥയാവുകയാണ്. കഞ്ചിക്കോടിന് സമീപം ചെല്ലംകാവിൽ കാട്ടാനയാക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ 14 കാട്ടാനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനകളെ കാടുകയറ്റാൻ വനപാലക സംഘം പടക്കം പൊട്ടിച്ചു. എടത്തനാട്ടുകരയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട 55-കാരന്റെ സംസ്കാരം ഇന്ന് നടക്കും. എറണാകുളം പെരുമ്പാവൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പാണിയേലി സ്വദേശി അയ്യപ്പൻകുട്ടിയുടെ വീട്ടുവളപ്പിലാണ് രാത്രി ആനക്കൂട്ടം എത്തിയത്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഇറങ്ങിയ കാട്ടാന ഗതാഗതം തടസ്സപ്പെടുത്തി. ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച ആന ആളുകൾ ബഹളം വെച്ചതോടെ പിൻവാങ്ങി. പത്തനംതിട്ട കോന്നി കല്ലേലിയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കുൾപ്പെടെ ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 ഇടുക്കി. കളമശ്ശേരി സ്ഫോടന കേസിൽ കേരള പോലീസിന് ഇന്റർപോൾ സഹായം ലഭിക്കും. പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണമെന്ന കേരള പോലീസിന്റെ ആവശ്യം ഇന്റർപോൾ അംഗീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി കേരള പോലീസ് ഇന്റർപോളിന് കൈമാറി. കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ ദുബായ് ബന്ധം അന്വേഷിക്കാനാണ് കേരള പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി ഇന്റർപോളിന്റെ സഹായം തേടിയത്. ഈ ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത്. ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന UAE സർക്കാർ ഏജൻസി ഇന്ത്യ ആവശ്യപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കും. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം വഴി കേസ് വിവരങ്ങൾ കൈമാറി. പ്രതി ഡൊമിനിക് മാർട്ടിൻ ദുബായിലുണ്ടായിരുന്നപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിച്ചതെന്നും അതിന് സഹായിച്ചത് ആരെന്നുമാകും കണ്ടെത്തേണ്ടത്. ഈ വിവരങ്ങൾ കൂടി അന്വേഷണത്തിൽ കണ്ടെത്താനായാൽ കേസിൽ വിദേശ ബന്ധമുണ്ടോ എന്നും പോലീസിന് സ്ഥിരീകരിക്കാനാകും. S. ശ്യാംകുമാർ, 24 കൊച്ചി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റായി RSS നേതാവ് A. ജയകുമാറിനെ നിയമിച്ച് ഗവർണർ. ആദ്യമായാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗവർണർ ഒരാളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഉത്തരവാദിത്വം മികച്ച രീതിയിൽ നിറവേറ്റുമെന്നും ചുമതല ഏറ്റെടുത്ത ശേഷം A. ജയകുമാർ 24നോട് പറഞ്ഞു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകം വൈസ് പ്രസിഡന്റായി 1.5 മാസം മുൻപാണ് RSS നേതാവ് A. ജയകുമാറിനെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇന്ന് തിരുവനന്തപുരം റെഡ് ക്രോസ് ആസ്ഥാനത്തെത്തി A. ജയകുമാർ ചുമതല ഏറ്റെടുത്തു. റെഡ് ക്രോസിന്റെ സേവന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് A. ജയകുമാർ. കേരളത്തിൽ സേവന രംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് റെഡ് ക്രോസ് സൊസൈറ്റി വളരെയേറെ ആഴത്തിൽ പ്രവർത്തിക്കാനുണ്ട്. ഇതിനെല്ലാം തന്നെ ഇവരോടൊപ്പം ചേർന്ന് ഇവർക്ക് വേണ്ട മാർഗദർശനം നൽകുക, കൂടുതൽ ശക്തിയായി കേരളത്തിൻ്റെ പ്രവർത്തനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും കൂടുതൽ ശക്തമായിട്ടും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. സന്തോഷത്തോടെ പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കുന്നതായി നേതൃത്വം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരളത്തിൽ രൂപീകൃതമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു വൈസ് പ്രസിഡന്റിനെ കിട്ടുന്നത്.
അതിനകത്ത് ഞങ്ങൾ ഇപ്പോഴത്തെ മാനേജിങ് കമ്മിറ്റിയും അതുപോലെ അംഗങ്ങളും വളരെ ഹാപ്പിയാണ്. കാരണം ഈ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പുറത്തുനിന്ന് റെഡ് ക്രോസ് സൊസൈറ്റിയെ സഹായിക്കുകയും ഈ നിലയിൽ ഇവിടെ ഒരു കമ്മിറ്റി ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചൊരു മാന്യദേഹമാണ് ശ്രീ ജയന്തി. ഒരാളെ വൈസ് പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ടായിരുന്നെങ്കിലും ഇതുവരെ മുൻ ഗവർണർമാരാരും ഇത് ഉപയോഗിച്ചിരുന്നില്ല. RSSന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി കൂടി നിയമന ശുപാർശ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. കൊച്ചിയിൽ മുടി വെച്ചുപിടിപ്പിക്കൽ ശസ്ത്രക്രിയയിൽ ഗുരുതര പിഴവ് എന്ന പരാതിയിൽ കേസെടുത്തു പോലീസ്. പനമ്പള്ളി നഗർ ഇൻസ്റ്റാൾ ഡർമ ക്ലിനിക്കിനെതിരെ എളമക്കര സ്വദേശി സനൽ നൽകിയ പരാതിയിലാണ് കേസ്. ശസ്ത്രക്രിയയ്ക്ക് 10 ദിവസത്തിനു ശേഷം തലയോട്ടിയുടെ പൂർണ്ണരൂപം കണ്ടുവന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സനലിന്റെ പരാതി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സനിൽ കൊച്ചി പനമ്പള്ളി നഗറിലെ ഇൻസൈഡ് ഡർമ കെയറിലെത്തിയത്. പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഫെബ്രുവരി 27-ന് മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. 2 ദിവസം നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് തലയിൽ അമിത രക്തസ്രാവവും പഴുപ്പും രൂപപ്പെട്ടത്. 27-ന് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈവനിങ് റെസ്റ്റ് ചെയ്തു. ഓരോ ഡേയ്സും ഞാനിത് ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് പല സ്ഥലത്തും പസ്സും ഡിസ്കളറേഷനും ഡിസ്ചാർജും വന്നു തുടങ്ങി. ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ശരത്തിനെ വിവരം അറിയിച്ചെങ്കിലും നൽകിയ മറുപടി ഗുഡ് എന്നായിരുന്നു. എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാത്തതെന്നുള്ളൊരു ഇമോജി ഇട്ട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആള് തിരിച്ചൊരു ഇമോജി ഇട്ടത് ഗുഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇമോജിയാണ് ആളെനിക്കിട്ടത്. സ്ഥിതി വഷളായതോടെ എറണാകുളം ലൂർദ് ആശുപത്രിയിൽ ചികിത്സ തേടി. 13 ശസ്ത്രക്രിയകൾ നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ മെഷീൻ ഇല്ലാതെ ഉറങ്ങാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ കഴിയാത്ത സാഹചര്യമായി. 3 മാസക്കാലമായി താൻ അനുഭവിക്കുന്നത് വലിയ ദുരിതമെന്ന് സനിൽ 24-നോട് പറഞ്ഞു. തേവര പോലീസിൽ പരാതി നൽകി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഡോക്ടർ ശരത്തിനെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം ഷുഗർ കൂടിയതാണ് സ്ഥിതി വഷളാകാൻ കാരണമെന്നാണ് ഇൻസൈറ്റ് ഡർമ കെയറിന്റെ വിശദീകരണം. 24 കൊച്ചി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ കണ്ടെത്തലുകൾ തെളിയിക്കാൻ തെളിവുകളുണ്ടെന്ന് ED. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരുവർക്കുമെതിരായ കേസ് നിലനിൽക്കുമെന്നും ED വ്യക്തമാക്കുന്നു. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, എന്തൊക്കെ കാര്യങ്ങളാണ് ED ഇക്കാര്യത്തിൽ കോടതി അറിയിച്ചത്? നേരത്തെ ഇരുവർക്കുമെതിരായ കേസിൽ കോടതി ചില സംശയങ്ങൾ EDയോട് ചോദിച്ചിരുന്നല്ലോ, അതിനുള്ള മറുപടിയാണോ ഇത്? തീർച്ചയായും വിജയകുമാർ, അന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എങ്കിൽ അക്കാര്യം കോടതിയെ അറിയിക്കണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് അന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ED ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളും വിശദാംശങ്ങളും കണ്ടെത്തലുകളും കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും 1ഉം 2ഉം പ്രതികളാക്കിയാണ് ED കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ ഇരുവർക്കും നോട്ടീസ് നൽകുന്ന കാര്യവും ED കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ED ഇരുവർക്കും നോട്ടീസ് നൽകണമെന്ന കാര്യം കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഈ കുറ്റപത്രം എടുത്തു എന്ന തരത്തിൽ ഒരു നോട്ടീസാണ് കോടതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇരുവരും ഹാജരാകുന്ന കാര്യമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്കോ കോടതി പോയിട്ടുണ്ടായിരുന്നില്ല. പകരം ഈ കേസുമായി ബന്ധപ്പെട്ട് EDയുടെ കണ്ടെത്തലുകൾ വളരെ വിശദമായി കോടതി അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിലാണ് ഇരുവർക്കുമെതിരെ കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകളും തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 142 കോടി രൂപയാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമായി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇരുവരും ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ ഈ കേസിൽ നടത്തിയിട്ടുണ്ടെന്നും ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നും ED കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രഥമ ദൃഷ്ടിയാൽ ഇരുവർക്കുമെതിരെ എടുത്തിരിക്കുന്ന PMLA ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള കേസ് നിലനിൽക്കുമെന്നും ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ തുടർ നടപടികൾക്കായി ഇനി ഈ കേസിൽ വളരെ വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 2 മുതൽ 8 വരെ ഈ കേസിൽ വളരെ വിശദമായിട്ടുള്ള വാദമുണ്ടാകുമെന്നും അറിയിച്ചിരിക്കുകയാണ്. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് ED നിലപാട് അറിയിച്ചത്. ഇരുവർക്കുമെതിരായ കേസ് നിലനിൽക്കും എന്നാണ് ED വിശദീകരിച്ചത്. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. ചാരവൃത്തിക്ക് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. ഓപ്പറേഷൻ സിന്ദൂർ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി എന്നാണ് തെളിവ്. ബ്ലാക്ക് ഔട്ട് സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ISI ഏജന്റ് അലി ഹസനുമായി ജ്യോതി വാട്സാപ്പിൽ രഹസ്യ സംഭാഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, ജ്യോതി മൽഹോത്രയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് ഓരോ ദിവസവും വരുന്നത്
വലിയ ഗൗരവമുള്ള കണ്ടെത്തലുകൾ തന്നെയാണല്ലോ. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അതിനുശേഷവും ഈ ജ്യോതി നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ സംശയത്തിന്റെ മുന്നിലാണല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയ 12 ചാരന്മാരെയാണ് 3 സംസ്ഥാനങ്ങളിലായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാനുമായി ചോർത്തി നൽകിയത് കണ്ടെത്തിയിരിക്കുന്നത് യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഈ വിവിധ ഇടങ്ങളിൽ രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിലായി നടത്തിയ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജ്യോതി പാകിസ്ഥാൻ ഏജന്റുമാർക്ക് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് പൂർണ്ണ വിവരങ്ങൾ തന്നെ ജ്യോതി ഇത്തരത്തിൽ പാകിസ്ഥാന് പങ്കുവച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ജ്യോതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായി ജ്യോതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അലി ഹസൻ എന്ന ISI ഏജന്റുമായി നടത്തിയ സമൂഹ മാധ്യമ സന്ദേശങ്ങളിൽ പല നിർണായക വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. പ്രധാനമായും ഇയാളുമായി വൈകാരികമായ തന്നെ ചില വ്യക്തിവിവരങ്ങൾ ഉൾപ്പെടെ ഈ സംഭാഷണത്തിൽ ഉൾപ്പെട്ടതായി ജ്യോതിയുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വാട്സപ്പിലെ ചില സന്ദേശങ്ങൾ ഇരുവരും തമ്മിൽ നടത്തിയ ആശയവിനിമയങ്ങൾ ചിലത് പ്രത്യേകിച്ച് സൈനിക നീക്കവുമായി ബന്ധപ്പെട്ടുള്ളത് കോഡ് രൂപത്തിലുള്ള ആശയവിനിമയമായിരുന്നു നടന്നിരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ ജ്യോതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട് ഹരിയാന പോലീസ്. അതിൽ നിന്നും ജ്യോതിക്ക് 4 ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തി. അതിൽ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ദുബായിൽ നിന്നും പണം എത്തിയതായി ഉള്ള കണ്ടെത്തലും ഉണ്ട്. ഇത് നിർണായകമായ ഒരു വിവരമാണ്. കൂടാതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. ജ്യോതി നേരത്തെ നൽകിയ മൊഴികൾ ഉൾപ്പെടെ ജ്യോതിയുടെ കുടുംബാംഗങ്ങൾ നൽകിയ മൊഴികളുമായി ഒത്തുനോക്കുന്നത് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ജ്യോതിയുടെ 3 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് അയച്ചിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലങ്ങളും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാകും. വിജയകുമാർ. ISI ഏജന്റ് അലി ഹസനുമായി ജ്യോതി മൽഹോത്ര നടത്തിയ വാട്സപ്പ് സംഭാഷണങ്ങൾ, ചാറ്റുകൾ, അതിൻ്റെ വിവരങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ജൽജീവൻ മിഷന്റെ ഭാഗമായ വാട്ടർ കണക്ഷൻ ബിൽ കണ്ട് ഞെട്ടി ഒറ്റപ്പാലം വാണിയംകുളം മണ്ണന്നൂരിലെ കുടുംബങ്ങൾ. 10,000 മുതൽ 85,000 രൂപ വരെ ഭീമമായ തുകയാണ് നാട്ടുകാർക്ക് ബില്ലായി എത്തിയത്. ജനുവരിയിൽ കണക്ഷൻ എടുത്ത ആളുകൾക്കാണ് ഈ ഭീമമായ ബില്ല് കിട്ടിയത്. ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നത് 74 രൂപ എന്തോ ആദ്യത്തെ ബില്ല് വന്നത്. രണ്ടാമത്തെ ബില്ല് വന്നിരിക്കുന്നത് 55,000 പ്ലസ്. എനിക്ക് കൃത്യം ഓർമ്മയില്ല, അത്രയും വന്നിട്ടുണ്ട്. നേരത്തെ മാർച്ചിൽ ലഭിച്ച ബില്ല് 74 രൂപ മാത്രം അടയ്ക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു. പക്ഷേ ഇത്തവണ വെള്ളത്തിന്റെ ബില്ല് കണ്ട് മാന്നന്നൂർ നിവാസികൾ ശരിക്കും ഞെട്ടി. 10,000 രൂപ മുതൽ 85,000 രൂപ വരെയാണ് മിക്ക വീടുകളിലും ബില്ല് വന്നിരിക്കുന്നത്. ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് കൃത്യം 1 മാസമാണ്. അല്ലാത്തപ്പോൾ മുഴുവനും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ലേശമൊക്കെ എടുക്കുന്നല്ലാതെ ബോർവെല്ലിനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കാറ്. കഴിഞ്ഞ മാസത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് തങ്ങൾ ഇത്തവണയും വെള്ളം ഉപയോഗിച്ചതെന്ന് വീട്ടുകാർ അടിവരയിട്ട് പറയുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച ശേഷം വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ വിശദീകരണം. ശ്രീജിത് ശ്രീകുമാരൻ, 24 പാലക്കാട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രദീപ് കുമാർ ചുമതലയേറ്റു. ഇന്ന് രാവിലെയാണ് പ്രദീപ് കുമാർ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തത്. KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോയ ഒഴിവിലാണ് പ്രദീപ് കുമാറിന്റെ നിയമനം. സർക്കാരിന്റെ അവസാന വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC സിസ തോമസിനോട് സർക്കാരിന് വിരോധം എന്തിനെന്ന് ഹൈക്കോടതി. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാത്ത നടപടിയിലാണ് കോടതിയുടെ ഈ ചോദ്യം. വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്ത സർക്കാർ നടപടിക്കെതിരായ സിസ തോമസിന്റെ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. അതേസമയം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്
SFI ഇന്ന് പ്രതിഷേധിച്ചു. താൽക്കാലിക VC ആയി ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ച ചാൻസലർ കൂടിയായ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി നിയമപരമല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെയായിരുന്നു പ്രതിഷേധം. സമരക്കാരെ ക്യാമ്പസ് കവാടത്തിൽ പോലീസ് തടഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ VCയുടെ കോലം കത്തിച്ചു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ക്യാമ്പസിനുള്ളിൽ കടന്ന പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. ദേശീയപാതയിൽ കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വളരെ സമഗ്രമായി കുപ്പത്തെ വിവരങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചതാണ്. ആ ഘട്ടത്തിൽ തന്നെ അവിടെ മണ്ണിടിയുന്നുണ്ടായിരുന്നു. അവിടെ വീണ്ടും മണ്ണിടിയുന്നു എന്നാണ് അരുൺ പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗമാണ് വീണ്ടും ഇടിഞ്ഞു താഴുന്നത്. അവിടെ കളക്ടർ 2 മണിക്ക് എത്തും എന്നാണ് പറഞ്ഞത്. ആ സമയമാകുമ്പോഴേക്കും അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു അവിടെ. മറ്റൊരു പ്രധാന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസൻ കൊലക്കേസിൽ 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അബ്ദുൾ സത്താർ, ഇഹിയ തങ്ങൾ, എ റൌഫ് എന്നിവർക്കാണ് ജാമ്യം. ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നേരത്തെ ഈ പാലക്കാടൻ ശ്രീനിവാസൻ കൊലക്കേസിൽ ഈ PFI പ്രവർത്തകർക്ക് ജാമ്യം നൽകിയ നടപടിയെ NIA എതിർത്തിരുന്നു. ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഈ പ്രതികൾക്കെതിരായ തെളിവുകൾ അല്ലെങ്കിൽ അത് കുറ്റകൃത്യം വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ NIAയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഇന്ന് 3 PFI പ്രവർത്തകർ കൂടി സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. അബ്ദുൾ സത്താർ, യഹിയ കോയത്തങ്ങൾ, എ റൌഫ് എന്നിവർക്കാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതിൽ കോടതിയുടെ നിരീക്ഷണം എന്നുള്ളത് പ്രത്യശാസ്ത്രത്തിന്റെ പേരിൽ ഒരാളെ ദീർഘനാൾ ജയിലിൽ അടയ്ക്കാനാകില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 3 PFI പ്രവർത്തകർക്കും ജാമ്യം നൽകിയിരിക്കുന്നത്. വിജയകുമാർ. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. IPL വാർത്തകൾ. IPL-ൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ മുംബൈ ഇന്ത്യൻസ് ഇന്ന് കളത്തിൽ. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരം രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കും. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ഡൽഹിക്ക് ഇത് ജീവൻ മരണ പോരാട്ടം. പ്ലേ ഓഫിൽ ഒഴിവുള്ളത് ഒരേ ഒരു സ്പോട്ട്. അതിനായി പോരാട്ടം 2 ടീമുകൾ തമ്മിൽ. മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും. 2 ടീമുകൾക്കും 2 മത്സരങ്ങൾ ബാക്കി. 12 കളിയിൽ 14 പോയിന്റുള്ള മുംബൈക്ക് പക്ഷേ ഇന്ന് ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. 13 പോയിന്റുള്ള ഡൽഹിക്കാകട്ടെ ഇനിയുള്ള 2 മത്സരങ്ങളിൽ ജയിക്കുന്നതിനൊപ്പം മുംബൈ പഞ്ചാബിനോട് തോൽക്കുകയും വേണം. സീസണിലെ ഇരു ടീമുകളുടെയും പ്രകടനം വിപരീത ദിശകളിലാണ്. മോശം തുടക്കത്തിന് ശേഷം മുംബൈ കത്തിക്കയറിയപ്പോൾ സ്വപ്നതുല്യമായ തുടക്കം കളഞ്ഞുകുളിച്ചു ഡൽഹി. അവസാന 4-ൽ 3 മത്സരങ്ങളും തോറ്റ അക്സർ പട്ടേലും സംഘവും ഹൈദരാബാദിനെതിരായ കളി മഴ പെയ്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. തുടർച്ചയായ 6 ജയങ്ങൾക്ക് ശേഷം ഗുജറാത്തിനോട് ലാസ്റ്റ് ബോൾ ത്രില്ലറിൽ തോറ്റാണ് മുംബൈയുടെ വരവ്. സീസണിൽ ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ 12 റൺസിന് ജയിച്ചതും മുംബൈ ഇന്ത്യൻസിന് ആത്മവിശ്വാസമേകും. 19-ാം ഓവറിലെ 3 റണ്ണൌട്ടുകളിലൂടെ അന്ന് മുംബൈ അവിശ്വസനീയ ജയം സ്വന്തമാക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. യൂറോപ്പ ലീഗ് ഫുട്ബോളിലെ പുതിയ കിരീടാവകാശികളെ ഇന്നറിയാം. രാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടനത്തെ നേരിടും. ആര് ജയിച്ചാലും യൂറോപ്പ ലീഗ് കിരീടം ഇംഗ്ലണ്ടിലേക്ക്. ഈ നൂറ്റാണ്ടിൽ ഇത് 2ാം തവണ മാത്രം 2 ഇംഗ്ലീഷ് ടീമുകൾ യൂറോപ്പ ലീഗിന്റെ കലാശക്കളിയിൽ കൊമ്പ് കോർക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലക്ഷ്യം 2ാം കിരീടമെങ്കിൽ ക്ലബ് ചരിത്രത്തിലെ ആദ്യ യൂറോപ്യൻ ട്രോഫിയിലാണ് ടോട്ടനം ഹോട്ട്സ്പറിന്റെ കണ്ണ്. ദുരന്തമായി മാറിയ പ്രീമിയർ ലീഗ് സീസണിലെ നീറുന്ന ഓർമ്മകൾ മറക്കാൻ ഇരു കൂട്ടർക്കും ഈ കിരീടം അനിവാര്യം. തരംതാഴ്ത്തൽ സോണിന് തൊട്ടുമുകളിലായി 16-17 സ്ഥാനങ്ങളിലാണ് യുണൈറ്റഡും സ്പാരസും. യൂറോപ്പ ലീഗ് നേടാനായാൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് നേരിട്ട് യോഗ്യത നേടാമെന്നതിനാൽ രണ്ടും കൽപ്പിച്ചിറങ്ങും ഇരു ടീമുകളും. മുന്നിൽ നിന്ന് നയിക്കുന്ന നായകൻ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ചുവന്ന ചെകുത്താന്മാരുടെ കരുത്ത്. ഹോയ്ലുണ്ട്, അമദ് ഡിയാലോ എന്നിവരുടെ പ്രകടനവും ഫൈനലിൽ നിർണായകമാവും. ഡൊമിനിക് സോളങ്കിയുടെ ബൂട്ടുകളിലാണ് ടോട്ടനത്തിന്റെ കിരീട പ്രതീക്ഷകൾ. ഗോളടിക്കാനും ഗോളിന് വഴിയൊരുക്കാനും സൂപ്പർ താരം ഹ്യൂങ്മിൻ സണ്ണുമുണ്ട്. എന്നാൽ ജെയിംസ് മാഡിസൺ, ടീമോ വെർണർ, ഡെജാൻ കുൽസേവ്സ്കി എന്നിവരുടെ അഭാവം മറികടക്കേണ്ടതുണ്ട്. ഈ സീസണിൽ മുഖാമുഖമെത്തിയ 3 മത്സരങ്ങളിലും യുണൈറ്റഡിനെ ടോട്ടനം തോൽപ്പിച്ചിരുന്നു. ഈ കണക്കിലാണ് കപ്പില്ലാ കാലത്തിന് അന്ത്യമിടാമെന്ന ടോട്ടനത്തിന്റെ പ്രതീക്ഷകൾ. സ്പോർട്സ് ഡെസ്ക് 24. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.